ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോസ് ഇട്ട് പോകുന്നത് വേറെ എങ്ങടെയല്ല ഗൈസ്, ബീച്ച് കാണാൻ പോവാണ് കേട്ടോ ഞങ്ങള്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മൂന്ന് പീടിക വഞ്ചിപ്പുര ബീച്ചിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ലാസ്റ്റ് ടൈം വന്നത് സെയ്ദിയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനാണ് കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. അപ്പം സെയ്ദിക്കൊരു 5-6 മാസം ഉള്ളപ്പോൾ നമ്മൾ അഴീക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സെയ്തി ആദ്യമായിട്ട് ബീച്ച് കാണുന്നത് കേട്ടോ. അപ്പം 6 മാസം, ഇപ്പോൾ ഒരു വയസ്സും 3 മാസമായി. അപ്പം കണ്ടതൊന്നും ആൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന പോലെയാണ് ബീച്ച് ഇപ്പോൾ വരുന്നത് കേട്ടോ. പക്ഷെ ആൾക്ക് അതിൻ്റെതായ യാതൊരു ഇതുമില്ല. വർഷങ്ങളായിട്ട് ബീച്ച് കണ്ട് പരിചയമുള്ള പോലെ അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പാവം കുഞ്ഞ് ഒന്നറിയില്ല. ഇത് ഇങ്ങോട്ട് വന്നേ. അങ്ങനത്തെ കടലിലൊക്കെ ഇറങ്ങി കളിച്ച് ക്ഷീണിച്ച് തളർന്ന് കുട്ടിയെ വീടൊക്കെ വരച്ച് കളിക്കാനിട്ട് അങ്ങനത്തെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളിതേ ബീച്ചിനോട് വിട പറഞ്ഞ് ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനും പിന്നെ പോരാത്തതിന് സൺഡേ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ സൈഡിൽ കുറച്ച് തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നമ്മൾ എന്താണ് ചില്ലി ഗോബി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില്ലി ഗോബി മേടിച്ചു. പിന്നെ എന്തായിരുന്നു അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. അപ്പം പാനിപ്പൂരി മേടിച്ച് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പുറത്തെ കടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ചായ. അപ്പം ഞങ്ങൾ ചായയും മേടിച്ചു. പിന്നെ എന്താണ് ബജ്ജികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ മേടിച്ച് ഞങ്ങളിത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ക്യൂബ്സ് ഈറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലോട്ടാണ്. അതായത് നമുക്ക് ഫ്രൈഡ് ചിക്കൻ, ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ പോകുന്നത് കേട്ടോ. കാരണം അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാണ് അകത്ത് കയറിയപ്പം. കാരണം പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്ക്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേ ഏരിയ തന്നെയുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരുപാട് സ്പോർട്സ് ഉണ്ട്. നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല കിടിലനായിട്ടുള്ള സ്പോട്ടുകളുണ്ട് കേട്ടോ. അതേ കുട്ടികളൊക്കെ വന്ന് ഭയങ്കര ഫ്രണ്ട്സും ചങ്കുകളൊക്കെ ആയിട്ടാണ്. ഞങ്ങളിതേ കുറച്ച് നേരം ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വൈബടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കോംബോ മീലാണ് പറഞ്ഞത് കേട്ടോ. 599 ഒരു മീലാണ് പറഞ്ഞത്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആംബിയൻസ് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം പോയതേ അറിഞ്ഞില്ല. നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ആ ഒരു ടൈം പോകുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടും ഒരു റൗണ്ടും കൂടിയും അവിടെ പിള്ളേർ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു
10 മണിയൊക്കെ കഴിഞ്ഞോട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ നബിദിനത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചെളിയങ്ങാട് ഭാഗത്ത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഗംഭീര ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.